ആനയും വനവും മറ്റു വന്യജീവി സംഘർഷങ്ങളും എന്നുള്ളൊരു ക്യാപ്ഷനിലാണ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ശ്യാംജിത്ത് പാലക്കയുണ്ട്. ഞാൻ ഷുക്കൂർ ഉഗ്രം. സർ, പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ ന്യൂസിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളൊരു സാധനമാണ് മനുഷ്യനോട് എന്തോ പകയുള്ളത് പോലെ ആനകളൊക്കെ വനം ഇറങ്ങി നാട്ടിലെത്തുകയും മനുഷ്യരായിട്ട് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. സിമ്പിളായിട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ എന്താണ് ശരിക്കും അതിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഗോത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നമ്മൾ വന്യജീവിയുമായി ബന്ധപ്പെട്ട് സംഘർഷം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏറെ അടുത്ത കാലത്തായിട്ടാണ്, പ്രത്യേകിച്ച് ഗോത്ര മേഖലയിൽ. ഈ സംഘർഷം എന്ന വാക്കിനെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് എത്തിയ സമയത്ത്. അപ്പോ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളതൊരു രണ്ടുപേരും താമസിക്കുന്ന ഒരു ഇടം അവിടെ ഒരു സമരസപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം വനം, അല്ലെങ്കിൽ ഇപ്പോ ഞാനൊരു ആദിവാസി വിഭാഗത്തിനെ പ്രതിനിധീകരിച്ച് ആ വിഭാഗത്തിലുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മൾ കളിച്ചു വളർന്നത് കാടിനുള്ളിലാണ്. അപ്പൊ ഇവിടെ കാടും വനവുമായി മാറുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. കാട് ഇപ്പൊ CK ജാനുവിന്റെ പുസ്തകം ഒരെണ്ണം, മദർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. യെസ്, കാട് എന്ന് പറയുന്നത് ഒരു അമ്മേന്റെ കരുതലാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. ആ കാട് ഒരു അമ്മയായിരിക്കുന്നതിന് ശേഷം പിന്നെ എപ്പോഴാണ് നമ്മൾ കാടിനെ വനമായി കാണുന്നതും വനം നമ്മളിൽ നിന്ന് അന്യം നിൽക്കുന്ന ഒരു സാധനമായിട്ടും കാണുന്നതെന്നുള്ള ഒരു ടെർമിനോളജിക്കലി അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. കാടൻ, അതുപോലെ ഒരു വനം ഒരു ഒരു പ്രതീകാത്മകമായിട്ടൊരു മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാധനവും മനുഷ്യനൊക്കെ നാഗരികരായി മാറുന്നത് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്നുള്ള ഒരു വായനയൊക്കെ ശരിക്കും കൾച്ചറലി വരുന്നുണ്ടല്ലോ. ആ ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പൊ ആളുകൾ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഗോൾസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കാലങ്ങളായിട്ട് ആ പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ആരാണ് കാടൻ, ആരാണ് നാടൻ എന്ന് ഈ പ്രയോഗിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ചിട്ട് കാട് എന്ന് പറയുന്നത് നമുക്ക് അമ്മയാണ്. ആ അമ്മയുടെ ഒരു കരുതലുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാടിനെയാണ് ഒരു കാലത്ത് ആശ്രയിച്ചിരുന്നത്. വെള്ളത്തിന് വേണ്ടിയിട്ട് കാടിനെയാണ് ആശ്രയിച്ചിരുന്നത്. നമ്മളുടെ ഏത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ കാടിനെ ആശ്രയിച്ചിരുന്നു. ഇപ്പോ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ചീനിക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം, നമ്മള് ഷിക്കക്കായ്, ഷാമ്പു ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പൊ ചീനിക്ക പറിക്കുന്ന സമയത്ത് ചീനിക്ക ഭയങ്കര വള്ളിയാണ്, മുള്ളുള്ള ഒരു സൈസ് വള്ളിയാണ്. അപ്പൊ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. ചില മരത്തമ്മ കൂടിയൊക്കെ കയറിയിട്ട് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഒരു സാധനം. അപ്പൊ ഇത് ഇവര് കളക്ട് ചെയ്യണ സമയത്ത് അതിന്റെ അപ്പുറത്ത് ആനയുള്ളത് ഇവര് കണ്ടില്ല. അപ്പൊ ആന ചീനിക്കേന്റെ വള്ളി കൂട്ടിപ്പിടിച്ചപ്പോ അച്ഛന്റെ കയ്യും കൂടി കൂട്ടിപ്പിടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അടയാളങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പൊ അന്ന് പുള്ളി പറഞ്ഞൊരു സാധനം ഉണ്ട്, എടാ നീയും നിന്റെ വയറ് നിറയ്ക്കാനാ വന്നിരിക്കുന്നത്, ഞാനും എന്റെ വയറ് നിറയ്ക്കാനാ വന്നിട്ടുള്ളത്. പിന്നെ ഈ എന്തിനാണ് എന്നെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്, വിട്ടിട്ട് ഈ അനക്ക് വേണ്ടത് എടുത്തിട്ട് പോടുന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മള് ആന അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ നമ്മളുടെ ശത്രുവായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പൊ നമ്മൾ ഒരു പകച്ചു നിൽക്കുന്ന ഒരു സമയം. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഈ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആന ഒരു ഊരിലിറങ്ങുമ്പോഴും ആന ഒരു ടൗണിൽ ഇറങ്ങുമ്പോഴും നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യണത് രണ്ടും രണ്ട് തരത്തിലാണ്. മീഡിയ ആക്ട് ചെയ്യണത് രണ്ടും രണ്ട് തരത്തിലാണ്. അപ്പോ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് അതിന് ഒരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നുള്ളതാണ് കാടിനകത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് പൊതുവെ പറയാറുണ്ട്, മലയോര മേഖലയിലൊക്കെ ആളുകൾ
കുടിയേറി പാർത്തു എന്നുള്ളതും അത് ഈ ഒരു സംഘർഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ആ പദം തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ പോലും നമ്മുടെ പൊതു മീഡിയയും പൊതുബോധവും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ ആ ഒരു മനുഷ്യന് മലയോര മേഖലയിൽ ഏതാണ്ട് 100-200 വർഷത്തിലേറെയായി അതുണ്ടായിട്ടല്ലോ. അപ്പോൾ അതാണ് ശരിക്കും ഈ സംഘർഷങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാര്യം എന്നുള്ള ഒരു പൊതുവായന ശരിക്കുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് നമുക്കില്ലേ, ഇപ്പോ എന്റെ ഞങ്ങൾക്കൊന്നും ഇതുവരെ പട്ടയം തന്നിട്ടില്ല, മനസ്സിലായില്ലേ? നമുക്ക് തരുന്നത് കൈവശ രേഖ, നമുക്ക് തരുന്നത് വനാവകാശ രേഖ, നമുക്ക് തരുന്നത് ഇനി അത് മാറും, വേറെന്തെങ്കിലുമൊക്കെ രേഖയായിരിക്കും. പക്ഷെ നമ്മള് തലമുറകളായി താമസിച്ചു വരുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം, പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മലേന്റെ മേലെ നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ പാറ കാണും, പിന്നെ നമുക്ക് തെങ്ങിൻ തോപ്പുകളാണ്, പിന്നെ റബ്ബർ എസ്റ്റേറ്റുകളാണ്. വലിയ മലകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പുറ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് കാട്, കാടിൻ്റെ ഉള്ളിൽ ചെറിയ വട്ടത്തിൽ ഒരു ഊരുണ്ടാവും. ആ ഊരിന് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇപ്പൊ വനാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നതിന് ശേഷം നമ്മളൊരു 10 സെന്റ് നമുക്ക് അപ്പുറത്തേക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത തരത്തിൽ ലോക്കായിട്ടാണ് നമ്മളുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു വനപ്രദേശം മുഴുവൻ വെട്ടിയെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുക, ആ കൃഷി ചെയ്യുന്ന ആളുകൾ നമുക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ. അപ്പൊ അവർക്കത് സംഭവിക്കാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ കുടിയേറ്റം എങ്ങനെ കാരണമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങൾ താമസിച്ച പ്രദേശങ്ങളിൽ ഇപ്പോഴും കാടുണ്ട്, മറ്റു മലകളിലൊക്കെ റബ്ബറും പിന്നെ വേറെ മറ്റു സാധനങ്ങളൊക്കെ ഉള്ളത് അല്ലേ. അപ്പോ അവിടെ നമുക്ക് കാട് നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ആവാസ മേഖലയെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥിതിയെ മുഴുവനായിട്ട് വെട്ടിമാറ്റി അവിടെ ഒരു ഏക വിള നമ്മൾ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അത്രയും പ്രദേശത്തുള്ള മൃഗങ്ങൾ അവിടെ അധിവസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങോട്ടാണ് പോകേണ്ടത്? അവിടെയാണ് ഈ പറയുന്ന കുടിയേറ്റത്തിന് അവിടെ അധിവസിച്ചിരുന്ന ആളുകൾ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുന്നു അല്ലേ. അപ്പൊ അവിടെ ഒരു പിന്നെ ആവാസ മേഖലയിൽ ഒരു തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള ഇടപെടൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാണ് എന്നുള്ളത്. ആദിവാസികളെ കാട്ടിൽ കയറുന്നത് തടഞ്ഞാൽ ഒന്നും നിൽക്കുന്ന ഒരു പ്രശ്നമല്ല അത് അല്ലേ. അപ്പൊ അവിടെ നമ്മളൊരു റിവേഴ്സ് തിങ്കിങ്ങിന്റെ ഒരു സാധനം അവിടെ ഉണ്ട് എന്നുള്ളത്. അതില് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തില് തീർച്ചയായിട്ടും വനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വനത്തിൽ ജീവിച്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾ ഒരേ സമയം കാടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും അറിയുകയും അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥകളെയും ജീവി രീതികളെയൊക്കെ പറ്റി മനസ്സിലാക്കുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളുടെ പോളിസി മേക്കിങ്ങിൽ അത്തരം ആളുകൾക്ക് വേണ്ട പരിഗണനയോ പ്രാതിനിധ്യമോ ഒക്കെ കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇത് എന്ന് പറയാൻ കഴിയില്ല ശരിക്കും. ഇപ്പോ ഞാൻ നിലമ്പൂർ പ്രദേശത്ത് ജീവിച്ചു വരുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മളുടെ ആ ഒരു പ്രദേശം നോക്കുമ്പോൾ നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഈ ഒരു ദേശസാൽക്കരണം സംഭവിക്കുന്നതിന് മുമ്പ് പല കോവിലകങ്ങളുടെയും കീഴിലുണ്ടായിരുന്ന വനങ്ങളായിരുന്നു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം പന്തീരായിരം പറയുന്നത് അത് മഞ്ചേരി കോവിലകത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലം. യെസ്. അപ്പോ തൊട്ടടുത്തുള്ള പ്രദേശം നിലമ്പൂർ കോവിലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അന്നെല്ലാം നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത് കോവിലകത്തിന്റെ ഭൂമി ആയിരുന്നെങ്കിൽ പോലും നമുക്കൊക്കെ അവിടെ കൃത്യമായിട്ടുള്ള പിന്നെ അധികാരവും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഏരിയയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതിനെ ചെമ്മം എന്നാ പറയും. അപ്പൊ ചെമ്മം നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറിയോട് കൂടിയിട്ടുള്ള നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലാൻഡ്, അത് വലിയ ഹെക്ടർ കണക്കിന് സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ വനവിഭവങ്ങൾ ശേഖരിച്ചിരുന്നതും നമ്മൾ ഹണ്ടിങ് നടത്തിയിരുന്നതും ഫിഷിങ് നടത്തിയിരുന്നതും അതൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പൊ അന്ന് കോവിലകം തന്നെ അവര് പിന്നെ അവരുടേതായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആനയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വാരിക്കുഴികളൊക്കെ ഒരുക്കിയിട്ട് അതിന്റെ പണികള് ഗോത്ര വിഭാഗങ്ങളിലുള്ള ആളുകളെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അവര് കൃഷി ഇറക്കിയിരുന്നെങ്കിൽ ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് തോക്ക് പോലുള്ള സംവിധാനങ്ങൾ കൊടുത്തിരുന്നു. അത് നിറത്തോക്കെന്ന് പറയും, അല്ല നിറത്തോക്ക്, നിറത്തോക്ക് എന്ന് പറയും. അത് പഴയ ഒരു തരത്തിലുള്ള തോക്ക്.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളാണ് അവിടെ ചെന്നത്. അപ്പൊ അന്ന് അവിടെ പന്നി ശല്യമായിരുന്നില്ല. അപ്പൊ പന്നീനെ അന്ന് ഭക്ഷിച്ചിരുന്നു ആളുകൾ. അപ്പൊ അത് അവരുടെ ഒരു ഭക്ഷണം കൂടിയായിരുന്നു. പക്ഷെ അവര് പന്നീനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി കുറെ എണ്ണത്തിന് നമ്മളിപ്പോ കോഴിക്കടയിൽ അറക്കണ പരിപാടിയല്ല. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി ഉള്ള ചില തരത്തിലുള്ള പരിപാടികൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു സർക്കിള് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതെ, ഉണ്ടായിരുന്നു. ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഇത്തരത്തിലുള്ള യാതൊരുവിധ ഇടപെടലിനും സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വയനാട് പ്രദേശങ്ങൾ നോക്കിയാൽ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ അമ്പും വില്ലും എന്തിനുപയോഗിച്ചു എന്നുള്ളതാണ്. ആ അമ്പും വില്ലും വന്ന് അവരുപയോഗിച്ചിരുന്നത് അവരുടെ നെൽപ്പാടങ്ങളെയും അവർ കൃഷി ചെയ്യുന്ന വിളകളെയും സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത് അവരുടെ ചടങ്ങുകളുമായും ഉത്സവങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒന്നും നമ്മൾ എന്തിന് ഇപ്പൊ JCB കൊണ്ട് മണ്ണെടുക്കണ പോലെ നമ്മൾ കാട്ടിൽ പോയിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വന്യജീവികൾ കാട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പല ഘടകങ്ങളുണ്ടെന്ന്. ഒന്ന്, കാടിന്റെ സ്വഭാവം ഏറെ മാറിയിട്ടുണ്ടെന്ന്. ഇപ്പൊ നിലമ്പൂർ പ്രദേശത്ത് സ്വാഭാവിക വനം മുഴുവനായി വെട്ടി നശിപ്പിച്ചുകൊണ്ട് തേക്ക് പ്ലാന്റേഷൻസ് ആണുള്ളത്. തേക്ക് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് സർക്കാരിന് ബീവറേജ് പോലെ തന്നെ വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഒരു തേക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റ വിള നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് അതിന്റെ താഴെ ഇവർക്ക് തിന്നാൻ പറ്റുന്ന ഒരു സാധനം വളരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് അത്രയും പ്രദേശങ്ങൾ വിട്ട് അവർക്ക് ഒടിച്ച് തിന്നാൻ, ഇപ്പം എസ്പെഷ്യലി ആനേന്റെ കേസ് പറയുന്നത്, അവർക്ക് മാനാണെങ്കിലും ആനയാണെങ്കിലും ഒടിച്ച് തിന്നാൻ പറ്റുന്ന പ്രദേശങ്ങളിലേക്ക് ഇവര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മൈഗ്രേഷനാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവര് നാട്ടിലേക്ക് എത്തപ്പെടുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു സാധനം ഫുഡാണ്. സർ, അത് ഈ റീസെന്റ് ആയിട്ട് മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഒരു കാര്യത, മരത്തിന്റെ, അതായത് വനം കച്ചവട ആവശ്യാർത്ഥം അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പകരം ബദലായിക്കൊണ്ട് ഇതുപോലെ ജീവികൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൂടെ കുറച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ ഈ ഒരു കാര്യത്തെ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിന് കൂടെ തന്നെ ഒരു കോൺട്രാഡിക്ടറി ഒരു സാധനം പറയുന്നതെന്ന് വെച്ചാൽ, പഴയ കാലത്ത് അവിടെ ആനകളുടെ എണ്ണമൊക്കെ അമിതമായി പെരുകിയിട്ടുണ്ട്. പഴയ കാലത്ത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ രാജാക്കന്മാരുടെയൊക്കെ വേട്ടയാടൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ട് അതിൻ്റെ നമ്പേഴ്സ് ഒരു പരിധിവരെ ലിമിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശവും അതിൽ കണ്ടു. അത് എത്രത്തോളം ഫാക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് ശരിക്കും. അത് എങ്ങനെയാ സാർ അതിനെ കാണുന്നത്? അല്ലെ, ആനകളുടെ എണ്ണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ കാര്യത്തിലാണോ ഈ കൂടൽ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എന്നുള്ളത്. ഇപ്പൊ എന്റെ പ്രദേശത്ത് 10 വർഷം മുമ്പുള്ള ആനകളുടെ എണ്ണമല്ല ഇന്ന് കാണുന്ന ആനകളുടെ എണ്ണം. അപ്പൊ ഈ ആനകളുടെ എണ്ണം കൂടി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൈഗ്രേഷൻ സാധ്യതയാണോ ഇത് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ നമ്മളൊരു കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ട്രയാങ്കിൾ ജംഗ്ഷനിലാണ് നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശമുള്ളത്. അപ്പൊ കർണാടകയിലുള്ള ആനകൾ വരാം, പിന്നെ മുതുമല ആ ഒരു റേഞ്ചിലുള്ള ആനകൾ ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കേരളത്തിലെ ഒരു കാലാവസ്ഥ മാറുന്ന സമയത്ത് പറയുന്നത് അങ്ങനെയാണല്ലോ, അരിക്കൊമ്പന് റേഷൻ കടയും അതുപോലെ വീടൊക്കെ ആക്രമിച്ചു, അതായത് മനുഷ്യന്റെ ഭാഷയിൽ ആക്രമിച്ചു എന്നുള്ളതും, എന്നിട്ട് അത് അരിക്കു വേണ്ടിയിട്ടാണ്, അരി അതിന്റെ ഇഷ്ടഭോജ്യമാണ് എന്നൊരു വ്യാഖ്യാനത്തിലൂടെയൊക്കെ ഉള്ള ഒരു വായനയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനയുടെ ഒരു ഇഷ്ടഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ പിന്നെ മുളയരി അതുപോലുള്ള അരി വിഭവം, അങ്ങനെ ഒരു വസ്തുത ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാല് മുള നമുക്കിത് പൂക്കണമെങ്കിൽ ഒരു 30 മുതൽ 90 വർഷം വരെ പ്രായമായിട്ടുള്ള മുളകളാണ് നമ്മൾ കട്ടയിടുക എന്ന് പറയാം. മുള പൂക്കുന്നതിന് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ കട്ടയിടുക എന്നാണ്. അപ്പൊ മുള കിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ മുള കംപ്ലീറ്റ് ആ പ്രദേശത്ത് നിന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ ആനയും ഈ മുളയരിയുമായിട്ടുള്ള ഒരു ആ കാര്യത്തിനെ എങ്ങനെ ബന്ധിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മുള ആന കൃത്യമായിട്ട് ഭക്ഷിച്ചിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനം കാട്ടുതീ തടയുക എന്നുള്ളത് ഒരു ക്യാമ്പയിനാണ്. അപ്പൊ ഈ കാട്ടുതീ തടയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഒരു 10 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ കാട്ടുതീ ഇല്ല.
ഈ കാട്ടുതീ കത്താത്തതും ഇത്തരം മൃഗങ്ങൾ താഴേക്ക് വരാനുള്ള ഒരു കാരണമാണോ എന്നുള്ളൊരു ചോദ്യം ഇല്ലാതിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാട്ടുതീ കത്താതെ ഇപ്പൊ നമ്മുടെ ഒരു പ്രദേശത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഈ 10 വർഷത്തെ കരിയിലകൾ ഒരു ലെയർ പോലെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടു, മീൻസ് കിടക്കുകയാണ്. അപ്പൊ ഇത് കിടക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം, ചില വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടെമ്പറേച്ചറിന്റെ ഒക്കെ, ഇപ്പൊ തേക്കിന്റെ വിത്ത് മുളയ്ക്കണമെങ്കിൽ ചുടണം എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മളെ പ്രദേശത്ത് തീ കത്തിയിരുന്ന സമയത്ത് ഒരുപാട് പുല്ലുകൾ പിന്നീട് മുളയ്ക്കുന്നു. അതായത് വേനലിൽ തീ കത്തുന്നു, പിന്നെ വേനൽ മഴ വരുന്നു, വേനൽ മഴയ്ക്ക് ശേഷം കാട്ടിൽ നിറച്ച് പുല്ലുണ്ടാവും. പുല്ലുണ്ടാവുന്ന സമയത്ത് മാന് പോലുള്ള ജീവികൾക്കൊക്കെ യഥേഷ്ടം തിന്നാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ നിലമ്പൂർ കാടിന്റെ അല്ലെങ്കിൽ ഏതൊരു കാട് എടുക്കുമ്പോഴും നമുക്ക് ഏറ്റവും ടോപ്പിൽ പുൽമേട്, പിന്നെ ചോലക്കാടുകൾ, കാടുകൾ എന്നൊക്കെ പറയുന്ന അതിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പറയുന്ന മൃഗങ്ങളൊക്കെ ജനവാസ മേഖലയോട് ചേർന്നുള്ള. അപ്പോ ഒരു പോസിബിലിറ്റിയാണ് പറയണത്, അന്ന് ആ കാട് കത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളൊക്കെ അതാത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ കടുവയ്ക്ക് മാനിനെ കഴിക്കണമെങ്കിൽ അവിടെ തന്നെ കിട്ടും. ഇപ്പൊ മാനുകൾ നാട്ടിലേക്ക് പ്ലാസ്റ്റിക് തിന്നാൻ വരുമ്പോ, ഇപ്പൊ നമ്മൾ തിരുനെല്ലിയൊക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ മാനുകൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ തിന്നുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം, പത്രത്തിൽ ഫോട്ടോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ മാനുകളും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളും നമ്മളുടെ ആളുകൾക്കിടയിലേക്ക് വരുമ്പോ അവയെ ഭക്ഷിക്കേണ്ട ജീവികൾ കൂടി സ്വാഭാവികമായിട്ടും എവിടേക്ക് വരുന്നു എന്നുള്ളതാണ്, ജനവാസ മേഖലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു കാരണമാണോ എന്നുള്ളതാണ്. അപ്പൊ സർക്കാരിന്റെ ഒരു ഭാഗത്ത് നിന്ന് അവർ കാണേണ്ടത് കാടിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ റിസർച്ച് അങ്ങോട്ടേക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കാട്ടുതീ ഉണ്ടാക്കുന്നത് നമുക്കറിയാലോ, പക്ഷെ കാട്ടുതീ സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം സാറ് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏത് രീതിയിലാണ് അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇത്തരം ജീവികൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പുറത്തേക്ക് നാട്ടിലേക്ക് വരാനും വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വരാനും അവിടുത്തെ മനുഷ്യ സമൂഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാനൊക്കെ അതൊരു കാരണമായി മാറുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു സ്വാഭാവികമായ സർക്കിളിനെ അത് ബാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ സ്വാഭാവികമായ രീതിയിൽ എങ്ങനെയാണ് ഈ കാട്ടുതീ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ധാരണ കിട്ടാൻ കുറെ കൂടി നല്ലതായിട്ട്. കാട്ടുതീ 2 തരത്തിലാണുള്ളത്. ഒന്ന് സ്വാഭാവികമായ കാട്ടുതീ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഭൂരിഭാഗവും മാൻമെയ്ഡ് ആയിരിക്കും. അപ്പോ ഇപ്പൊ നമ്മളൊരു ബീഡി വലിക്കുന്ന ആള് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ഒരു ബീഡി പോലും ഒരു കാട്ടുതീക്ക് കാരണമാണ്. അപ്പൊ നമ്മളവിടെ ഒരു തരം പുല്ലുണ്ട്, കാറാച്ചി പുല്ല് എന്ന് പറയും, നമ്മൾ കതിരുള്ള പുല്ലാണ്. അപ്പൊ അതിന്റെ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു ഗോൾഡൻ വാല് പോലുള്ള ഒരു പുല്ല് ഇവിടെയൊക്കെ കാണാൻ നമുക്ക്. അപ്പൊ അത് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് ഈ പുല്ലിന്റെ കതിര് ഫുൾ താഴെ വീഴും, അതിലേക്ക് ഒരു തരി വീണാൽ മതി, ആ സാധനം കത്തും. അത് കത്തിയാൽ പിന്നെ അങ്ങ് ഉച്ചക്കൊക്കെ കത്തിയാൽ ആളിപ്പടർന്ന് അങ്ങ് കത്തും. അപ്പൊ ഇതില് എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെ ഇതാക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ കാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛനൊക്കെ പോകുന്ന സമയത്ത് ഇവരാരും തീപ്പെട്ടി ഒന്നും കൊണ്ടുപോകില്ല. തീപ്പെട്ടിയൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങി കിട്ടുന്ന സാധനങ്ങൾ. അപ്പൊ അന്ന് നമ്മൾ ചെയ്യുക എന്താ വെച്ചാല് മുളേന്റെ 2 പൊളി എടുത്തിട്ട് നമ്മളതിന് അരമുളക്കത്തി എന്ന് പറയും. അരമുളക്കത്തി എന്ന് പറഞ്ഞാൽ തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുള കൊണ്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ 2 പേര് വേണം. നമ്മളങ്ങനെ ഒരു ഉണങ്ങിയ മുള ഒരു കഷ്ണം എടുക്കും, അതിന് നടുക്കൊരു ചെറിയൊരു കീറൽ കൊടുക്കും, അതിൻ്റെ ഇടയിൽ കരിഞ്ഞ ഇലയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പുല്ലിന്റെ പോലത്തെ സാധനം കുത്തി കയറ്റും. ഇല്ലെങ്കിൽ നമ്മളെ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് അതിന്റെ ഗ്യാപ്പിലേക്ക് വെക്കും. എന്നിട്ട് 2 പേര് നമ്മൾ മറ്റൊരു മുള ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കണ സമയത്ത് എന്ത് ചെയ്യും, അതിനകത്തേക്ക് പിന്നെ തീ ഈ നമ്മൾ വെച്ചിട്ടുള്ള ആ തുണിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലയിലോ തീ പിടിക്കും. അപ്പൊ അത് നമ്മൾ പിന്നീട് ഊതി കത്തിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫയർ ആക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വെച്ചാല് ഈ മുളകൾ കൂട്ടി ഉരസുന്നത് ഒരു തീ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു സാധനം. നേരത്തെ പറഞ്ഞ പോലെ ഈ കട്ട ഇട്ട് കഴിഞ്ഞാൽ മുള ഉണങ്ങും, കട്ടമുളയിൽ തീ പിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് മുളയുടെ അരമുളക്കത്തി എന്ന് പറയുന്ന അരമുളക്കത്തി. അതിനൊരു മിത്ത് തന്നെ നമുക്കുണ്ട്, ഒരു കഥ പോലെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു സമയമില്ല എന്നുള്ളതാണ്. ഇപ്പോ പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ഇതുപോലെ ആന വളരെ വിശേഷപ്പെട്ടതാണല്ലോ.
അപ്പോൾ ആഫ്രിക്കയിലൊക്കെ പലപ്പോഴും ഇതുപോലെ കർഷകർ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആനയുടെ പിന്നെ കേൾവി ശക്തി, അതിൻ്റെ ഘ്രാണശക്തി അല്ലേ, ഭയങ്കര പ്രഖ്യാതമാണ് ആ കാര്യം. അപ്പോൾ പലപ്പോഴും ആന അത്ര ഭീമമായ ഒരു ജീവിയാണെങ്കിൽ പോലും പലപ്പോഴും തേനീച്ചയെ പോലെയുള്ള ഇതുപോലെ ജീവികളെ ഭയങ്കര ഭയമാണ്. അതിൻ്റെ ശബ്ദം, അതിൻ്റെ കൂടൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ അത് അതിൻ്റെ ഒരു അസ്വാഭാവികമായ ഒരു ശബ്ദമൊക്കെ പുറപ്പെടുവിക്കും. അവിടെ പെട്ടെന്ന് അത് എസ്കേപ്പ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ശരിക്ക് കേരളത്തെ പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഇതിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഈ പറയുന്ന കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയില്ല. ഇതിന്റെ ഒരു രസം എന്താ വെച്ചാൽ, എൻ്റെ വീട്ടില് ഏകദേശം ഒരു 10-20ഓളം തേനീച്ച പെട്ടികൾ നമ്മൾ വളർത്തിയിരുന്നു. അത് നശിപ്പിച്ചത് ആനയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നായക്കുട്ടീനെ ഓടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരെ ആന, അതായത് സ്റ്റെപ്പ് വരെ ആന ചവിട്ടി പൊട്ടിച്ചു. അപ്പൊ തേനീച്ച എന്നുള്ളത് അതിന്റെ മൂളൽ, അല്ലെങ്കിൽ തേനീച്ച കുത്തുമ്പോൾ ആന പിൻവലിയും എന്നൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ പറയണത്. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആനയും മനുഷ്യരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വരുമ്പോഴേ, നമ്മളിപ്പോ നിലമ്പൂർ പ്രദേശത്ത് ഇപ്പൊ നമ്മൾ ചോലനായ്ക്കൻ സമുദായം, ഇപ്പൊ ചോലനായ്ക്കൻ എന്ന് മാത്രമല്ല നമ്മളെ സമുദായങ്ങളെല്ലാവരും, നമ്മൾ ആന അല്ലെങ്കിൽ ഇപ്പൊ ഉപദ്രവകാരികളായിട്ടുള്ള മൃഗങ്ങളെല്ലാം, ഇപ്പൊ നമ്മള് പുലി, പിന്നെ കടുവ, രാജവെമ്പാല, ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം നമ്മൾ പൊതുവെ പറയണത് എന്താ വെച്ചാൽ ഇതൊക്കെ സത്യമുള്ള മൃഗങ്ങളാണ്. സത്യമുള്ള മൃഗങ്ങൾ. ഈ സത്യമുള്ള മൃഗങ്ങൾ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇവയൊന്നും മനുഷ്യന്റെ മുന്നിലേക്ക് വരില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം. അല്ല സാർ, പൊതുവെ പറയാറുണ്ടല്ലോ ആന എന്തെങ്കിലും ഒരു പ്രകോപനം സൃഷ്ടിച്ചിട്ടല്ലാതെ ഒരാളെയും ഉപദ്രവിക്കില്ല എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അതിൽ എത്രത്തോളം വസ്തുതകളുണ്ട് ശരിക്കും? ഇപ്പൊ ഞങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ, ഞാനൊക്കെ എൻ്റെ ഡിഗ്രി പഠനകാലത്ത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ആനേന്റെ മുന്നിൽ പെടുക പറഞ്ഞാൽ എങ്ങനെ കാണുകയല്ല, ആനയും നമ്മളെ മുഖാമുഖം മുന്നിൽ പെട്ടിട്ട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് പഠിച്ച് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെട്ടൊരു ആളാണ് ഞാൻ. ഇപ്പോഴും അത് നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ വീടിന്റെ സ്റ്റെപ്പ് വരെ ആന ചവിട്ടിപ്പൊളിച്ചു. സ്റ്റെപ്പ് വരെ ആന ചവിട്ടിപ്പൊളിച്ചു മീൻസ് ആന അത് മനഃപൂർവ്വം ചവിട്ടിപ്പൊളിച്ചല്ല, ആനയുടെ അടുത്തേക്ക്. ഇപ്പൊ നമ്മളുടെ ഒരു പ്രത്യേകം വെച്ചാല് ഇവിടെ പിന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രൈബൽ ഫീൽഡ് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, എല്ലാ വീട്ടിലും നായ ഉണ്ടാവും. നമ്മൾ കാട്ടിൽ പോകുമ്പോഴും നായ ഉണ്ടാവും, പുഴയിൽ പോകുമ്പോഴും നായ ഉണ്ടാവും, കിടക്കുമ്പോഴും ഉണ്ടാവും, ഇരിക്കുമ്പോഴും ഉണ്ടാവും. നായ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഏറ്റവും വലിയ എന്താ പറയാ, നമ്മളെ രക്ഷിക്കുന്നത് പലപ്പോഴും നായയാണ്. അപ്പൊ ഈ ശബ്ദം കേട്ട് നായ ആനേന്റെ അടുത്തേക്ക് പോയാലുള്ളൊരു പ്രശ്നം, ആന നേരെ നായനെ ഓടിച്ചു വരും. അപ്പൊ ആ പേടിയുള്ള നായ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളടുത്തേക്കാണ് ഓടി വരിക. അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷെ നമ്മൾ ഈ നായകളെ പല നായാട്ടിന് വേണ്ടിയിട്ടൊക്കെ പരിശീലിപ്പിക്കുന്ന നായകളുണ്ടാവും. ഇവന്മാരാണെങ്കിൽ ആന വരുന്ന സമയത്ത് ഒരിക്കലും മനുഷ്യരുടെ അടുത്തേക്ക് വരില്ല, അവര് വേറെ സ്ഥലത്തേക്കാ പോവുക. നമ്മളതൊരു ആളൊരു അധികം കാടൊന്നും ശീലിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നൊരു സാധനം, ചോലനായക്കന് ആന എന്ന് പറയുന്നത് ആന ദൈവമാണ്, ആന ദൈവമാണ്. കരടി ദൈവമാണ്. ഈ രീതിയിലാണ് നമ്മളെ ആളുകൾ ഇപ്പൊ നേരത്തെ സത്യമുള്ളത്. ഇപ്പൊ രാജവെമ്പാല, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനം, ഏറ്റവും പ്രതിസന്ധി ഇപ്പൊ ഞങ്ങളെ അച്ഛനൊക്കെ പറയുന്നത്, നമ്മളെ മന്ത്രങ്ങളിൽ പറയുന്നത്, ഒരു ചാണില്, അതായത് നമ്മളിങ്ങനെ കൈവയ്ക്കുന്ന ഓരോ സ്ഥലത്തും ഈ പറയുന്ന അപകടവും വിഷവുമുള്ള ജീവികൾ കാടിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രദേശങ്ങളില് ഇവിടെ വണ്ടി ഇടിച്ചു മരിക്കുന്ന അത്രയും ആളുകൾ ഒരിക്കലും കാട്ടില് ആനയോ അല്ലെങ്കിൽ ഇവരോ ഇടിച്ചു മരിക്കണില്ല, അല്ലേ? എപ്പോഴാണ് ആന ഒരു വിഷയമാവുന്നത്? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആളുകളും വന്യജീവികളും തമ്മിൽ സമരസപ്പെട്ട് പോയിരുന്ന ഒരു കാലമുണ്ട്. നമ്മൾ ഈ സെറ്റിൽഡായി കൃഷിയിലേക്ക് വന്ന സമയത്ത്, അതായത് നമ്മൾ പൈസ നമ്മളുടെ മുഖ്യ ഘടകമാവുന്ന സമയത്താണ് വന്യജീവി അത് ഒരു ശല്യമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. കൃഷി ചെയ്യുന്ന എല്ലാ ഗോത്രവിഭാഗങ്ങൾക്കും ആന ഒരു പ്രശ്നക്കാരനാണ്. അപ്പൊ ആന പ്രശ്നമാവുന്നത് കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് നമ്മൾ കാട്ടിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ആന ഉണ്ടാവും, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് ആന വരാൻ അല്ലെങ്കിൽ അവിടെ ആന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒരു എംപിരിക്കൽ എക്സ്പീരിയൻസ്. നമ്മൾ കാട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാടിനെ അമ്മയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അവര് ചില അടയാളങ്ങളുണ്ട്, ഈ അടയാളങ്ങൾ നമുക്ക് അറിയാമെന്നുള്ളത്. ആനയുടെ സ്മെല്ല് നമുക്ക് മനസ്സിലാവും, ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ആന പൊട്ടിക്കുന്നതാണെന്ന് മനസ്സിലാവും.
ഇപ്പോ ചപ്പിലൂടെ നടക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ 4 കാലുള്ള ജീവിയാണെങ്കിൽ പോലും മാന് പന്നിയൊക്കെ നടക്കുമ്പോൾ 2 കാലും അത് ബാക്കത്തെയും മുന്നത്തെയും ഒരേപോലെ ചലിപ്പിച്ചിട്ട് നടക്കുക. അപ്പൊ ചപ്പില് നമുക്കിങ്ങനെ ചക്ക 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 പറഞ്ഞിട്ടുള്ള ഒച്ചയായിരിക്കും. ആന ഒരിക്കലും കാല് വലിച്ചു നടക്കില്ല. ആന ഒരു കാല് വെച്ചിട്ട് ബോഡി മാത്രം മൂവ് ചെയ്യുക. ആന വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് കാട് തന്ന അറിവുകളാണ്. അപ്പൊ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് നിന്ന് കൊടുക്കൂല. ഒരു എംപിരിക്കൽ നോളജ്. ഇപ്പൊ അത് നാട്ടിൽ ആന ഇറങ്ങിയുള്ള പ്രശ്നം എന്താ? എല്ലാരും കൂടും അല്ലെ? ഇപ്പൊ മാനന്തവാടി ടൗണിലൊക്കെ ആന ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം, എവിടെയൊക്കെ ഫോണുണ്ടോ, എവിടെയൊക്കെ അത് അപ്ഡേഷൻ ആവുന്നുണ്ടോ, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ആനേന്റെ ചുറ്റിനെത്തും. പിന്നെ അവിടെ നടക്കുന്നത് ആന എങ്ങോട്ടാ പോണ്ടത്? ഏറ്റവും ശാന്തമായ രീതിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് ആന എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. അത്ര അമിതമായ ശബ്ദം ഇഷ്ടമല്ല, അതുപോലെ ഭയങ്കരമായ രീതിയിൽ ആൾക്കൂട്ടങ്ങൾ, ഇതൊന്നും ഇഷ്ടമല്ലാത്തൊരു ജീവിയെ ഇപ്പോൾ നമ്മൾ ഉത്സവങ്ങളിലോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരാണെങ്കിലൊക്കെ ചെയ്യുന്നതാണ്. ഭയങ്കരമായ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം മനുഷ്യന് ആഘോഷങ്ങൾക്ക് ഇങ്ങനെ ഭീമമായ ശബ്ദം വലിയൊരു അനിവാര്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുക. അത് പഴയ കാലത്ത് കൂടുതലായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾ DJ പോലെയുള്ള അങ്ങനെ ഓരോ അതിന് കാലം മാറുന്നതനുസരിച്ച് തോത് കൂടി വരിക എന്നുള്ളതല്ലാതെ അതൊന്നും ഒരിക്കലും കുറയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ സ്വസ്ഥതയോടെയും ശാന്തതയോടെയും ഒക്കെ ജീവിക്കാൻ ഉള്ള ഒരു അഭിവാജ്ഞയുള്ള ഒരു ജീവിയെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ വലിയ മനുഷ്യാവകാശങ്ങളൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു സ്വാഭാവികമായ ആനക്ക് കിട്ടേണ്ട ഒരു എത്തിക്കലായിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും കിട്ടുന്നില്ലല്ലോ. പലപ്പോഴും നമ്മൾ പറയുന്ന തോട്ടി, ആനയും തോട്ടിയും ഒരു വളരെ ഊടും പാവും എന്ന് പറയുന്ന പോലെയുള്ള പദങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ആനയെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയും പിന്നെ ആന ആക്രമിക്കുന്നു എന്നുള്ള നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ടേം, മനുഷ്യനും മൃഗവും അല്ലെങ്കിൽ ആനയും മനുഷ്യരും സംഘർഷങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ള ടെർമിനോളജി ഒക്കെ കുറെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ട് ഏത് രീതിയിലാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി ആ കാര്യത്തെ നോക്കിക്കാണുന്നത്? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ആനകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ വാണിജ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മരകൃഷിയെ നിങ്ങൾ നിർത്തൂ, എന്നിട്ട് ആനക്കും ബാക്കി ജീവികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാമഗ്രികൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ജസ്റ്റ് എ സൊല്യൂഷൻ, അതൊറ്റ പരിഹാരമാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് വനത്തിൽ നിന്നും ഇതിനെ നോക്കി കാണുകയും അതേസമയം നാട്ടിൽ നിന്ന് തിരിച്ചും അതിനെ നോക്കി കാണാനും കഴിവുള്ള ഒരാൾക്ക് ഏത് രീതിയിലാണ് അതിനൊരു സൊല്യൂഷൻ പറയാൻ കഴിയുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇന്ന് അത് മാത്രം വരുമാനം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ പിന്നെ ഗോത്ര മേഖലയിൽ പോലും ആളുകൾ പലപ്പോഴും ആന അല്ലെങ്കിൽ മറ്റ് വന്യജീവി അക്രമങ്ങളിൽ കൊല്ലപ്പെടുകയും പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്ന കുറെ സംവിധാനമുണ്ട്. ഇന്ന് ഇവിടെ ഒരു വണ്ടി ഇടിച്ചു മരിച്ച ഒരാൾക്ക് എത്ര റുപ്യ കിട്ടുക? ഇൻഷുറൻസ് തുക എത്ര ഉണ്ടാവും? ഏകദേശം എത്ര ലക്ഷം കിട്ടും അല്ലെ? ഒരു 20-25 ആ ഒരു റേഞ്ചിലേക്ക് പോകും. നമ്മളവിടെ ഒരു ആന ഒരാളെ തട്ടിയ എത്ര റുപ്യ കിട്ടും? ഒരു 4 ദിവസത്തെ ലൈവ് ന്യൂസ് എന്നുള്ളതിനപ്പുറത്തേക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ മണി എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പൊ നമ്മൾ PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഒരു മൈലേജിന് വേണ്ടിയിട്ട് നമ്മൾ മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു മരണത്തിന് നമ്മൾ ആഘോഷിച്ചു എന്നുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് വേണ്ടത് വനാവകാശം പോലുള്ള നിയമങ്ങൾ ഗോത്ര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതും അതിന്റെ പ്രിയാമ്പിളില് ചരിത്രപരമായ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു നിയമം പോലും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങളൊക്കെ കണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകള് കാടിനെ കുറിച്ച് പറയുമ്പോ ആ കാടിനെ കുറിച്ച് പറയുന്ന ഓരോ തലത്തിലും ആ കാട് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതും കൂടി അവരുടെ കഥകളിലാണെങ്കിലും മന്ത്രങ്ങളിലാണെങ്കിലും പാട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുൽമേടുകളിൽ ജീവിക്കുന്ന ജീവികള് സ്വാഭാവികമായിട്ടും പുൽമേട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മരത്തില് ജീവിച്ചിരുന്ന ജീവികള് ആ മരങ്ങളിലാണ് ഉണ്ടായിരുന്നു. കാട്ടിൽ കുറ്റിക്കാടുകളിൽ ജീവിച്ചിരുന്ന ജീവികള് അവിടെ തന്നെ ഉണ്ടായിരുന്നു.
ഇതിന്റെ ഒക്കെ ഇടയിൽ മനുഷ്യരും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ആവാസ വ്യവസ്ഥ. അപ്പോ ഈ കഥകളിലും ഈ പാട്ടുകളിലും ഈ മിത്തുകളിലൊക്കെ കാട് എന്ന് പറയുന്നത് പലർക്കും അഭയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത്തരം കഥകളിൽ നിന്ന് പുറംതിരിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ കാട്ടിൽ കയറി നമുക്ക് എല്ലാം കാണാം. ഫുൾ മരങ്ങൾ മാത്രമല്ല, അടിയിലൊന്നുമില്ല. അപ്പൊ ഈ അടിക്കാട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് അടിയിലൊന്നും ഇല്ലെങ്കിൽ അവരത് കിട്ടുന്ന സ്ഥലത്തേക്കാ വരിക. ഇപ്പൊ ഈ വനത്തിനോട് ചേർന്ന സ്ഥലങ്ങളിലുള്ള കൃഷിയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട സ്വാഭാവികത എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സ്വാഭാവികത എന്ന് മാത്രം പറയുന്നതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ വനത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റം അവിടെ ആക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലേ? അപ്പൊ ഇത് ആക്ട് ചെയ്തില്ലെങ്കിൽ, അത് ആക്ട് ചെയ്യാതെ അവിടെ മുളയെല്ലാം പോയി, നമുക്ക് അവിടെ തേക്ക് വെക്കാം, അവിടെ അതെല്ലാം പോയി നമുക്ക് മാഞ്ചിയം വെക്കാം, അവിടെ അതെല്ലാം, ഇതെല്ലാം വെക്കുന്നത് എന്തിനാണ്? അത് നമ്മൾ ലേലത്തിൽ കൊടുക്കുന്നു, അതിൽ നിന്നൊരു വരുമാനം നമുക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് നിലമ്പൂർ മേഖലയിലെ ഒട്ടുമിക്ക വനാവകാശ, അതായത് കമ്മ്യൂണിറ്റി റൈറ്റ് കിട്ടേണ്ട എല്ലാ സ്ഥലങ്ങളിലും തേക്കും തോട്ടം. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി റൈറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് അവർ പറയുന്നത് സ്ഥലം തരാം, തേക്ക് തരാൻ പറ്റില്ല. അപ്പൊ അവിടെയുള്ള ഒരു അപകടം, അത് മീൻസ് നമുക്ക് മനുഷ്യർക്ക് സ്ഥലം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തേക്കിന്റെ ഉള്ളിൽ തേക്കിന്റെ ഇല വീണാൽ പോലും അതാരും തിന്നില്ല. ചെതല് പോലും തിന്നാത്തൊരു സാധനം തേക്കിന്റെ ഇല. അപ്പൊ അവിടെ അത്രയും ഹെക്ടർ കണക്കിന് തേക്കിൻ തോട്ടം വെച്ച് പിടിപ്പിക്കുമ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നുള്ള. ഇപ്പത്തെ സ്ഥിതി എന്താ? ഇപ്പൊ ഈ തേക്കിൻ തോട്ടങ്ങൾ ഓരോ വർഷമാകുമ്പോ അതിനൊരു വർഷം ഉണ്ട്, ആ വർഷക്കണക്കിൽ ഇത് മുറിക്കും, എന്നിട്ട് ലേലത്തിൽ കൊടുക്കും, പിന്നീട് അവിടെ പുതിയ തൈ വെക്കും. ഇപ്പൊ അവര് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്താ അറിയോ? അത്രയും പ്രദേശങ്ങൾ ഫെൻസിങ് വെച്ചിരിക്കും. വനത്തിന്റെ ഉള്ളില് 10-30 ഹെക്ടർ സ്ഥലത്ത് ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. അപ്പോ ഈ ആനകൾ ഇപ്പോ പുലിമുണ്ട, മുണ്ടക്കടവ്, കരുളായി, നെടുങ്കയം പ്രദേശത്തുള്ള സ്ഥലങ്ങളിലേക്ക് വരിക. കാരണം ഇവർക്ക് അത്രയും ക്രോസ് ചെയ്ത് പോകേണ്ട സ്ഥലം നിങ്ങൾ ബൗണ്ടറി ഇട്ടിട്ട് ഫെൻസിങ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ജീവികൾ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ വനം വന്യജീവി സംഘർഷത്തില് സ്വാഭാവികതയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളുടെ നിലപാടുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഇതിന് കാരണമാവുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ ഊരില് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനയുടെ വിളയാട്ടാണ്. പിള്ളേരുടെ ബൈക്ക് അടിച്ചു തകർത്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ വന്നു, ചെറിയച്ഛൻ്റെ വീട്ടിൽ കയറി നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു, എല്ലാം നശിപ്പിക്കുന്നു. അതേ സ്ഥാനത്ത് ഇതേ ആന ഒരു ദിവസം പെട്രോൾ പമ്പിന്റെ അടുത്ത് കൂടി ടൗണിൽ വന്നു. അപ്പോഴേക്ക് അവിടെ ആളുകൾ കൂടുന്നു, MLA വരുന്നു, പഞ്ചായത്ത് ഇടപെടുന്നു, ആനയെ ഓടിക്കലാവുന്നു. നമ്മളിപ്പോ ഒരാഴ്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ RRT ടീമിനെ, ഈ ആനേനെ ഒന്ന് അവിടെ നിന്ന് മാറ്റിത്തരാൻ പറഞ്ഞു, വരുന്നില്ല. അപ്പൊ നമ്മൾ പറയണ സാധനം എന്താ വെച്ചാല്, നാട്ടിലിറങ്ങുമ്പോ അവർക്ക് പിറ്റത്തെ ആഴ്ച ഫെൻസിങ്ങിന് ഫണ്ട് വരുന്നു, MLA ഫണ്ട് വെക്കുന്നു, പഞ്ചായത്ത് ഫണ്ട് വെക്കുന്നു, എല്ലാരും വെക്കുന്നു. ഊരുകളിലൂടെ ഈ സാധനം നടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറയുന്ന പോലുള്ള അത് അവരൊക്കെ അങ്ങനെ അത് ആ രീതിയിൽ പോകും. നമ്മളെ കൃഷി നശിപ്പിച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ല, നമ്മളെ കൃഷി നശിപ്പിച്ചാൽ ഒരു വന്നിട്ട് കണക്കി വയ്ക്കും. 6 വാഴയല്ലേ, 6 വാഴയ്ക്ക് ഇപ്പൊ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് ഈ ഫോം ഫില്ല് ചെയ്യാൻ തന്നെ 100 റുപ്യാവും. ഇൻഷുർ തുക എന്താ കിട്ടുക? നമ്മളാളുകൾ അക്ഷയയിലേക്ക് എത്തണമെങ്കിൽ 1,500 റുപ്യ വണ്ടിക്കൂലി മുടക്കിയിട്ട് വേണം ചെല്ലാൻ. അപ്പൊ പിന്നെ നമ്മളാരാ ഈ ഇൻഷുറിന് പോവാ? അപ്പൊ ഇതിലെല്ലാം മാറ്റം വരണം. അപ്പൊ ആ മാറ്റം വരുന്നത് നാട്ടിൽ ആന ഇറങ്ങുമ്പോൾ മാത്രല്ല. അതില് ശ്യാംജി സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിലൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നാട്ടില് ഒരു ആന ഇറങ്ങിയാൽ MLA വരുന്നു, പഞ്ചായത്ത് അത് ഇടപെടണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ, മീഡിയക്ക് മുന്നിലുള്ള വേറെ കുറെ നാടകങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചു, പിന്നീട് തമിഴ്നാടിന്റെ ഭാഗമായി ഫോറസ്റ്റിലേക്ക് പറഞ്ഞതിന് ശേഷം അരിക്കൊമ്പന്റെ വിവരങ്ങളൊന്നും അപ്ഡേഷൻ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ചെറിയ രീതിയിലെങ്കിൽ പോലും കേരളവും തമിഴ്നാടും ഒരു പൊളിറ്റിക്കലി ആ ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന തലത്തിലേക്ക് അതിന്റെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലും മീഡിയകളുടെ ശക്തമായ എന്താ പറയാ, ഗുണപരമായതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ശക്തമായ അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്നു. പലപ്പോഴും ഈ ഒരു ന്യൂസ് സെൻസേഷണലിസം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കൃത്യമായ അവയർനെസ് ആളുകൾക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യാൻ ഒരു കാരണമാകുന്നുണ്ട് ശരിക്കും. അതിപ്പോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു
ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ഓൺലൈൻ മീഡിയാസ് നോക്കാതിരിക്കുക, ന്യൂസ് ചാനൽ കാണാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എടുത്താൽ ഒരു ന്യൂസിന് അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് എത്ര മണിക്കൂറാണ് ആയുസുള്ളത് എന്നുള്ളത് സ്ഥിരമായ ന്യൂസ് കാണുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അറിയാം, അല്ലേ? അപ്പൊ അത്രയാണ് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഉള്ളത്. അപ്പൊ പിന്നെ ന്യൂസിന് വേണ്ടത് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്കാണ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത്. അപ്പൊ ഇവിടെ ആന മാത്രമല്ല വിഷയം. ഇപ്പൊ വയനാട് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, വയനാട് ഇപ്പൊ മാനന്തവാടി പ്രദേശങ്ങളിലൊക്കെ കടുവ ഒരു ഏറ്റവും വലിയ വിഷയം. എങ്ങനെയാണ് കടുവ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പല വീടുകളിലും ഇപ്പൊ വേറൊരു സാധനം പറഞ്ഞത്, ഇപ്പൊ നമ്മളെ നാട്ടില് CCTV ഇല്ലാത്ത, അതായത് പുറത്തുള്ള ആളുകൾ CCTV ഇല്ലാത്ത വീടുകളില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളവിടെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നായനെ വളർത്തുന്ന ശീലം ഉണ്ടായിരുന്ന ആളുകൾ, നമ്മളെ നായക്ക് ഏകദേശം ഒരു 3 വർഷത്തോളൊക്കെ ആയുസുണ്ടാവുക, ഏത് വലുതായി കഴിഞ്ഞു. എന്താ വെച്ചാല് ഒരു 3-5 വർഷത്തിന്റെ ഉള്ളിൽ ഇവനെ രാത്രി വന്നിട്ട് ഒരു സാധനം പിടിച്ചോണ്ടു. നമ്മളതിനെ പട്ടിക്കടുവ അല്ലെങ്കിൽ നരി എന്നൊക്കെ പറയാം. ഈ സാധനം കാലങ്ങളായിട്ട് നമ്മളെ ചെറുപ്പം തൊട്ടേ ഉള്ളതാ. നമ്മള് വീട്ടിന്റെ പുറത്ത് ഇറങ്ങി നോക്കുമ്പോ ആനയും ഈ പട്ടിയും ഈ സാധനവും കടി കൂടുന്നൊക്കെ നമ്മൾ കാണലുള്ള. നമ്മളതിനെ വിട്ടുകളയലാണ്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചെറുപ്പത്തില്, അന്ന് ഞാൻ ചെറുതാണ്, നമ്മുടെ ഉമ്മറത്തുനിന്ന് ഒരു പശുക്കുട്ടീനെ കടുവ എടുത്തു കൊണ്ടുപോയി. നാട്ടില് മൊത്തം പാട്ടായ ഒരു സാധനം എന്താ വെച്ചാല് കൃഷ്ണൻകുട്ടിയേട്ടന്റെ കുട്ടീനെ കടുവ കൊണ്ടുപോയി എന്നുള്ളത്. ഞാന് എന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് കാലം തൊട്ട് ഈ സാധനം ഉണ്ട്. പക്ഷെ അവര് അതിനെ കൊണ്ടുപോയതിനു ശേഷം നമ്മളവിടെ നിന്ന് ഇതുവരെ ഒരു മനുഷ്യനെയും കടുവ പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ പുലി പിടിച്ചിട്ടില്ല, കരടി അങ്ങനത്തെ അക്രമങ്ങൾ. എന്നാൽ ഇതെല്ലാം നമ്മളെ സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു രസം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാം ഇത് എപ്പോ വരുന്നു, ഇത് ഏത് സമയത്ത് എവിടെയാണ് ഇതിനെ കാണുക എന്നുള്ള ഒരു അറിവ് നമ്മളുടെ ആളുകൾ തലമുറകളായി കൈമാറി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാവാതെ വരുന്നത്. പക്ഷെ ഇപ്പോ സംഘർഷം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിനെ പല രീതിയിലാണ് സിസ്റ്റം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ബെനഫിഷ്യറീസ് ആവുന്നത് പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള കുടിയേറ്റക്കാർ മാത്രമാണ്. ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾക്ക് അതിന്റെ ബെനഫിഷ്യറി ആവാൻ പറ്റുന്നില്ല. അപകടങ്ങൾ വരുമ്പോ പോലും ഇപ്പൊ മരിച്ചാല് പൈസ കൊടുക്കും, അപകടം പറ്റിയ പൈസ കൊടുക്കില്ല. നേരത്തെ ഇൻഷുറൻസിന്റെ ഒരു പറഞ്ഞത്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചെക്കനെ ആന ഒരു 3-4 കുത്തി ഓന്റെ ഭാഗ്യത്തിന് മരിച്ചില്ല. ഇപ്പൊ അവൻ വിചാരിക്കണം എന്താ വെച്ചാല് ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിന് 10 ലക്ഷം കിട്ടിയേനെ. അതെന്താ പ്രശ്നം ചോദിച്ചാൽ അവനിപ്പോ കൈ ആന ചവിട്ടിയിട്ട് അവന് എഴുതാൻ വയ്യ, തൊടയിൽ ആന കുത്തിയിട്ട് അവന് ലോഡിങ് ആയിരുന്നു അവന് പണി. അപ്പൊ അവനിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവനോട് ഇപ്പൊ നമ്മൾ ഈ നഷ്ടപരിഹാരത്തിന് കൊടുത്തപ്പോ പറഞ്ഞത് ബില്ലുണ്ടോ എന്ന് ചോദിച്ചു. ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് പനി വന്നാലും ആന കുത്തിയാലും വണ്ടി ഇടിച്ചാലും സർക്കാർ ആശുപത്രിക്കാണ് നമ്മുടെ ആളുകൾ പോവുക. അവിടെ പോയി ചികിത്സാ ചെലവ് ഫ്രീയാ. ചികിത്സ കഴിഞ്ഞ് ഇവൻ വന്നിട്ട് ഈ ലോഡിങ്ങുകാരന് ലോഡിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ വരുമാനം മുടങ്ങി എന്നാണല്ലോ അതിന്റെ ഒരു അർത്ഥം. അപ്പൊ അവന് അത് പരിഗണിച്ചെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ, മാനുഷികമായിട്ടുള്ള. അപ്പൊ ആ സാധനം അവന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് പുറത്തുള്ള ഒരാളായിരുന്നെങ്കിലോ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്സിന്റെ ഒരു പാർട്ടും കൂടി ഉണ്ടാവില്ലേ? ശരിക്കും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മള് കാസ്റ്റ് പൊളിറ്റിക്സ് പോലെ തന്നെ ആണ്. മീൻസ് ഒരു തരത്തിലുള്ള ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ആണ് അത്. നമ്മൾ എങ്ങനെയാണ് അത് ആ തരത്തിലുള്ള ഒരു ഇൻക്ലൂഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങളിൽ. അപ്പോ വന്യജീവി സംഘർഷം അതിനെ ഇൻക്ലൂഷനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. കുടിയേറ്റക്കാരന് സംഭവിച്ചാലും ഗോത്ര വിഭാഗത്തിലുള്ള ആളുകൾക്ക് സംഭവിച്ചാലും അത് സംഘർഷമായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാനുള്ളത്. അപ്പൊ നമ്മളെ പുലി പിടിച്ചാലും പുറത്തുള്ള ഒരാളെ പുലി പിടിച്ചാലും നഷ്ടപ്പെടുന്നത് 2 പേർക്കും ഒരേപോലെ.
ഇപ്പൊ ഈ ശ്യാംജിത്ത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പഠന കാലഘട്ടത്തിലൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആനയുടെ മുൻപിൽ പെട്ട ഒരു സാഹചര്യമൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുക. ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് ഒരമ്മ മീഡിയയുടെ മുമ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന ഞങ്ങൾ സ്ഥിരം കാട്ടിൽ നിന്നും കാപ്പിത്തോട്ടത്തിൽ നിന്നൊക്കെ കണ്ട് പരിചയമുള്ള ഒരു ആനയാണ് ഞങ്ങളെ നേരം വെളുക്കുന്നവരെ ഞങ്ങളെ സംരക്ഷിച്ചത്. അതിന് കാലിന് അടുത്ത് അവിടെ കിടന്ന് ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഒരു ദൈവത്തെ പോലെ ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആനയെ നേരാവണ്ണം അടുത്തുനിന്ന് പോലും കാണാത്ത നാട്ടിലെ മനുഷ്യർ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിന് താഴെ വന്ന് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. അനുഭവിച്ച ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആനയെ നേരാവണ്ണം അടുത്തുനിന്ന് പോലും കാണാത്ത ആളുകൾ അതിന് കൊടുക്കുന്ന ഒരു നരേഷൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം മനുഷ്യൻ എന്നുള്ളതിനെ വസ്തുതകളെ മാറ്റിവെച്ച് വേറെ കുറെ ആദ്യമേ ചൊല്ലിപ്പടിച്ച കുറച്ച് തിയറികളോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാ. എന്നിട്ട് അതിൽ കമന്റിന്റെ ഇടക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യം, സാർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആനക്ക് കണ്ണുനീരുണ്ടാവുമോ എന്നുള്ള. സത്യത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആനയുടെ മുൻപിലൊക്കെ പെട്ട ഒരാളുടെ ഒരു അനുഭവം തീർച്ചയായും താങ്കൾക്കുണ്ട്. അതുപോലെ ആ അമ്മ അന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, ആ ഒരു വസ്തുതയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പൊതുസമൂഹത്തോട് അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്? ഇതിന്റെ ഒരു രസം എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളവിടെ ഒരു ആന നടക്കുന്നുണ്ട് പറയും. അപ്പൊ ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് ആന ഏതാ, പിടിയാന ഏതാ, മോഴ ഏതാ എന്നൊക്കെ അറിയാമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ എന്താ വെച്ചാല്, നമ്മളവിടെ വരുന്ന ഓരോ ആനയ്ക്കും പേരുണ്ട് എന്നുള്ളത്. പ്രാദേശികമായിട്ട് ഞങ്ങൾ അവനെ കണ്ടാൽ ഒരു പേരിടും. ആ ആനനെ കണ്ടാൽ അത് അവനാണ് എന്നുള്ളത് നമുക്കറിയും. അപ്പോ ആന ഏത് സമയത്താണ് നമ്മളുടെ ഊരുകളിൽ എത്തുക, അല്ലെങ്കിൽ ആന ഏത് സമയത്താണ് ഒരു വഴി മുറിച്ച് കിടക്കുക, ഈ സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്. ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു 6:30 മണിയാകുമ്പോൾ എനിക്ക് കോളേജിലേക്ക് പോയാലാണ് കോളേജിൽ എത്തുക. അപ്പോ ഈ മഴക്കാലം ആവുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സീസൺ പറയുന്ന സമയത്ത് വന്യമൃഗങ്ങൾ എത്തുന്നതിനും ഒരു സീസൺ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടമായിട്ടുള്ള ആനകൾ എത്തുക പലപ്പോഴും ഈ മഴക്കാലം കഴിഞ്ഞ് പുല്ല് കിളിർക്കുന്ന ആ ഒരു സമയത്താണ്. അതേപോലെ തന്നെ ഈ നമ്മൾ മാലയിടുന്ന വൃശ്ചികം ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ തണുപ്പുള്ള ആ സമയത്തൊക്കെ ഒറ്റയാനയൊക്കെ നമ്മൾ അവിടെ കാണുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് തലേ ദിവസം നമ്മളെ താഴെയുള്ള ഓടക്കാട്ടില് ആനേന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഈ വഴിയിലൂടെ ജനങ്ങൾ സ്ഥിരമായി പാസ് ചെയ്യുന്ന ഒരു സമയത്തിന് മുൻപേ ഇവരെന്ത് ചെയ്യും, കാടുള്ള പ്രദേശത്തേക്ക് അവർ കയറിപ്പോവും. അപ്പൊ ആ ഒരു 6:30-7 മണി സമയമാണ് ഈ ഒരു സമയം. അപ്പൊ നമ്മൾ സ്ഥിരമായി ആന പോകുന്ന ആനത്താരകൾ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ചേ വരുള്ളൂ. അപ്പൊ ആനയും ശ്രദ്ധിക്കും മനുഷ്യർ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നമ്മളും ആന വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടാ പോവാ. അപ്പൊ ഈ പറയുന്ന തരത്തിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുകൊടുക്കലിലൂടെയാണ് പല ഗോത്ര ജീവിതവും ഈ കാടിനുള്ളിൽ ജീവിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാട് ഒരു അമ്മയാണ് എന്ന് CK ജാനു മാത്രല്ല നമ്മളെല്ലാവരും അങ്ങനെ പറയണതിന്റെ ഒരു കരുതലുണ്ട്. അല്ലേ? ഇപ്പോൾ നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സെഷൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ് സാർ ഒറ്റ ചോദ്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഫ്രിക്കക്കാരും അതുപോലെ നമ്മളും സംബന്ധിച്ചിട്ട് ആനകളിൽ ഭയങ്കര കമ്പമുള്ള ആളുകളാണല്ലോ. സ്വാഭാവികമായിട്ടും ആഫ്രിക്കയിൽ അവർ നേരിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ആനകളുമായി ബന്ധപ്പെട്ട് ഒരു 10-31 വർഷത്തിനിടയിൽ 86% ആനകളുടെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വേട്ടയിലൂടെ ആനക്കൊമ്പ് ലോകത്തെല്ലാ സ്ഥലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ വസ്തു തന്നെയാണല്ലോ. പണം കിട്ടുന്നത് എന്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും അവിടെ ആ രീതിയിൽ വേട്ടയാണ് ആന നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. സത്യത്തിൽ നമ്മളെ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മുടെ ഈ വന്യജീവികളിൽ ആന നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക? ആന നേരിടുന്ന ഒരു പ്രശ്നം അതൊരു എന്താ പറയാ, ഇപ്പൊ നമ്മളെ സ്ഥലത്ത് നമ്മളിപ്പോഴത്തൊക്കെ ഇപ്പൊ ആന വന്നാലും നമ്മൾ എന്താ ചെയ്യാച്ചാല് ഒന്നില്ലെങ്കിൽ വല്ല ടിന്നിലോ ഇതിലൊക്കെ അടിച്ചിട്ട് നമ്മൾ പിന്നെ ഇതിനെ ആന വന്നാലുള്ള ഒരു രസം എന്താ വെച്ചാല് നമുക്ക് പിള്ളേരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ആവേശമാണ്, ഒരു ആഘോഷമാണ് ആന വന്നു പറഞ്ഞത്, അതിനെ ഓടിപ്പിക്കുക എന്നുള്ളത്.
അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം മീൻസ് നമുക്കിപ്പോ ഇതില് നമ്മളുടെ ആളുകള് പിന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ആന വരുന്ന സമയത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര അപ്പൊ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഒരു വേറെ ഒരു ടോണിലുള്ള ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ നമ്മളിങ്ങനെ ആന അവിടെ നിന്ന് ഇങ്ങനെ ചിലപ്പോ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ ആ സാധനം വരുമ്പോ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കമ്പനം പോലെ നമ്മുടെ കാലിക്കൂടി ഈ സാധനം ഇങ്ങനെ കയറി പേടിയാവും. അപ്പൊ നമ്മളിപ്പോ ആനേനെ ഓടിക്കുന്ന സമയത്ത് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒച്ചയായിരിക്കും ഉണ്ടാവും. ആനങ്ങട്ട് ഉണ്ടാക്കണ പോലെ തന്നെയുള്ള ഒരു ഒച്ചയാണ്. നമ്മൾ പറയാ എന്താ വെച്ചാല് അങ്ങനെ. ഇപ്പൊ നിങ്ങൾ ഗോത്ര മേഖലയിൽ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാല് ആളുകളെല്ലാം പറയുന്ന ഒരു സാധനം അതാണ്, എന്താടാ അവിടെ കേറിപ്പോടാ, ഈ ഒരു സാധനം പറയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ നാട്ടുകളിൽ കാണിക്കണ പോലുള്ള തരത്തിലുള്ള ഒരു സാധനം നമ്മൾ അവരെ കാണിക്കാറില്ല. നമ്മളോട് ചെറുപ്പത്തിൽ നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്നൊരു സാധനം ഉണ്ട്, നിങ്ങൾ ആനേനെ എറിഞ്ഞാല് ആന ആ കല്ല് മണപ്പിക്കും. ആ ആന കല്ല് മണപ്പിച്ചാല് ആ കല്ലിൽ നിങ്ങളെ ചൂരുണ്ടാവും. ചൂര് മീൻസ് നമ്മുടെ ശരീരത്തിന്റെ വാസന ഉണ്ടാവും. അത് അവൻ ഓർത്ത് വെക്കും. എവിടെയാണോ നിങ്ങളെ തനിച്ച് കിട്ടുന്നത് അവിടെ നിന്ന് പിടിക്കുന്ന പറയും. ഇത് ശരിക്കു പറഞ്ഞാല് ആന ചൂരെടുക്കുകയോ ആന പിടിക്കുകയോ എന്നുള്ളതല്ല, ഒറ്റ സന്ദേശമേ തരുന്നുള്ളൂ. അവരും നമ്മളും ഒക്കെ ഇവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള ഒറ്റ സാധനമാണ് അവര് നമുക്ക് പറഞ്ഞു തരുന്നൊരു സാധനം. അതുകൊണ്ട് നമ്മൾ ആരും ഈ പറയുന്ന സാധനത്തിനെ എറിയാനോ കുത്താനോ പോവില്ല. ഈ സാധനമാണ് നമ്മൾ ചെയ്യുന്നത്, ഓടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ കേറിപ്പോടാന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ വന്നിട്ട് തലയെടുത്ത് ഇങ്ങനെ നിൽക്കും. എടാ പോടാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കൈകൊണ്ട് കാണിക്കുന്ന സമയത്ത് ഒന്ന് കുറുമ്പൊക്കെ കാണിച്ചിട്ട് മൂപ്പര് കേറിപ്പോകും. അപ്പൊ ആനയും നമ്മളും തമ്മിൽ പ്രശ്നമല്ല. ആന നമ്മളെ കൃഷിയിലേക്ക് വരുന്ന സമയത്ത് അത് പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറയുന്നത് പുറത്ത് ഫെൻസിങ് കൊടുക്കാമെങ്കിൽ, പുറത്ത് ട്രെഞ്ച് കൊടുക്കാമെങ്കിൽ, പുറത്തേക്കുള്ള ആളുകൾക്ക് ആന വന്ന് പിറ്റേ ദിവസം തന്നെ ഫണ്ട് അനുവദിക്കാമെങ്കിൽ അത് നമുക്കും അനുവദിച്ചാല് ഈ പറയുന്ന കൃഷി നമുക്ക് സംരക്ഷിക്കാം. ആന നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ആനയും മറ്റു മൃഗങ്ങളും തമ്മിൽ നമുക്ക് ചരിത്രപരമായിട്ട് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. നിങ്ങളെ സാധനം നശിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് സമയക്കുറവ് മൂലം നമുക്ക് പറഞ്ഞു നിർത്താനാകുന്നത്. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആനയും മലയാളിയും തമ്മിൽ ഭയങ്കരമായ കെട്ടുപാടുകളുള്ള ഒരു ജീവിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ ലാസ്റ്റ് ലാസ്റ്റ് എത്തുമ്പോൾ അത് കുഴിയാനയാണ്. ആ കുഴിയാനയെ പോലെ നമ്മളൊരു ആന വെച്ചിട്ടാണ് നമ്മൾ സംബോധന ചെയ്തത് എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശം. എങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ള ആനക്കഥകൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ശരിക്കും മലയാളികൾ എന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെയാണെങ്കിലും അതിനുള്ള ഒരുപാട് സൊല്യൂഷൻസ് നേരത്തെ പറഞ്ഞ ടെർമിനോളജിക്കലി ശ്യാംജിത്തിനെ പോലെയുള്ള ആളുകൾ പറയുന്ന മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, ആ ഒരു കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് എന്നുള്ള പദത്തെ നാഗരികൾ ആയിട്ടുള്ള ആളുകൾ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു പദമാണ്. സാംസ്കാരിക സംഘടനം എന്നൊക്കെ പറയുന്ന ഒരു പദമൊക്കെ അങ്ങനെയാണല്ലോ ഉത്ഭവിച്ചത് ശരിക്ക്. അപ്പൊ സത്യത്തിൽ ആ ഒരു തലത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ അതിനെ ഗോത്ര വിഭാഗങ്ങളും ആളുകളും എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെറിയൊരു സമയത്തിനിടയ്ക്ക് നമ്മൾ സംസാരിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വൈൻഡ് അപ്പ് ചെയ്ത് നിർത്താം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഇടുക്കിയാണ് വീട്. ഇപ്പോൾ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പം ഈ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ IFS കാരെയാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ആനയും മനുഷ്യരും മറ്റ് വന്യജീവികളുടെ സംഘർഷം എന്നുള്ളത് ഇന്നത്തെ ഒരു സമയത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ എൻ്റെ ഡിവിഷനിൽ, അതായത് ദേവികുളം, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവടേക്കാണ് 4 നാഷണൽ പാർക്കുകളും പിന്നെ വനമേഖലയും ഒക്കെ ചേർന്നാണ് എൻ്റെ ഡിവിഷൻ. ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിപ്പോൾ പുറത്തുള്ളവരെന്നോ ആദിവാസികളെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഇതിനെ കൊണ്ട് പ്രശ്നം എന്നുള്ള രീതിക്ക് തന്നെ ആയിക്കഴിഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞ
അരിക്കൊമ്പൻ സമരത്തിലൊക്കെ നമ്മൾ റോട്ടിൽ 5 ദിവസം കുത്തിയിരുന്ന ആളാണ് ഞാൻ ഇതിനെ പിടിച്ചുകൊണ്ട് പോകണമെന്നുള്ളത്. കാരണം അത്രയ്ക്കാണിരുന്നു അവിടുത്തെ ഒരു വിഷയം ഇതിനെയും കൊണ്ട്. കാരണം അരിയാണ് ആളുടെ പ്രധാന പ്രശ്നം. ഇപ്പം അടുക്കള പുന്നാമ്പുറത്ത് കൂടി വന്ന് അരിച്ചാക്കെടുക്കും. റേഷൻ കടയിൽ ഒരു ദിവസം പോലും സ്റ്റോക്ക് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പം അവിടുത്തെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അരിയൊന്നും വിതരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പക്ഷെ അത് എത്ര ആളുകളെ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യ സ്റ്റാറ്റസ് ഒന്നുമില്ല. പക്ഷെ ഈ അരി അല്ലെങ്കിൽ വീടുകളെ ആക്രമിക്കുക എന്നുള്ളത്, നശിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയൊരു ഇത് വന്നതും അതിനെ നമുക്ക് പിടിച്ച് മാറ്റേണ്ടതും. അപ്പം അതിൽ തന്നെ പൊളിറ്റിക്സിന്റെ പരാമർശം വന്നു, നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ ഇത് വന്നു. ഇപ്പൊ അരിക്കൊമ്പന്റെ ഇതിന് അറിയാമോ, ആദ്യത്തെ ഒരു 3 ദിവസം ലൈവായിട്ട് 24 hour ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഈ വാർത്താ ചാനലിൽ ഏതിട്ടാലും ഈ അരിക്കൊമ്പന്റെ വിഷയമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഒരു സ്റ്റേ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതിനെ പിടിക്കാനായിട്ടുള്ള എല്ലാ ഓർഡറും വന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തിയപ്പോഴും ഇത് തന്നെ. ഇതിനെ പിടിച്ചുകൊണ്ടായി മേഘമല വിട്ടു. മേഘമലയിൽ ഇതുപോലെ ആളുകളുടെ ലയങ്ങളിലേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ നിന്ന് പിടിച്ച് ഇതിനെ തിരുവനന്തപുരം അടുത്തുള്ള ആ കാട്ടിലേക്ക് മാറ്റിയത് നമ്മുടെ അവിടുത്തെ ഒറ്റ ചാനലുകൾ അറിഞ്ഞില്ല. അവരറിഞ്ഞത് കുറെ കഴിഞ്ഞ് ഇതിനെ കൊണ്ടുപോകുമ്പോഴാണ്. പക്ഷെ ഇവിടെ എങ്ങോട്ടാൾ തിരിയുന്നു, ആന എങ്ങോട്ട് തിരിയുന്നു, വനംവകുപ്പുകാർ എങ്ങോട്ട് തിരിയുന്നു, ആളുകളുടെ അവസ്ഥ എന്താണ്, എല്ലാം മുട്ടിന് നിന്ന് ആ 10-15 ദിവസം വാർത്ത ചെയ്യലായിരുന്നു നമ്മുടെ പരിപാടി. അപ്പം ബഹുഭൂരിപക്ഷ ആളുകളും പാവം ഇതിനെന്തിനാ പിടിക്കുന്നേ എന്നുള്ള ഈ താഴെയുള്ളവർക്ക്, അവിടെയുള്ളവർ, അപ്പം ഞങ്ങളെപ്പോലുള്ളവർ ആളുകൾ ധരിച്ചത്, അതായത് ആനയുടെ സ്ഥലത്ത് പോയി താമസിച്ചിട്ട് ഇത് അവരെ ദ്രോഹിക്കുന്നു, ഇവർക്ക് മാറിക്കൊടുത്താൽ പോരെ. ഹൈക്കോടതി പോലും അതാണ് ചോദിച്ചത് ആ ഒരു വിഷയത്തിൽ. പക്ഷെ കാലാകാലങ്ങളായിട്ട്, ആനകൾക്ക് മുമ്പേ എത്രയോ കാലങ്ങളായിട്ട് അവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ്. മുൻകാലങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരിക്കും. പക്ഷെ ടൂറിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കയ്യേറ്റത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഒരു പ്രധാന കാരണമാണ് ഇത്ര ഹെക്ടറിലെ ആനയ്ക്ക് നിൽക്കാൻ, അതായത് അത് ഒരു ദിവസം കണ്ട് 20 മുതൽ 50 കിലോമീറ്റർ വരെയൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ 10-30 ആന ഒറ്റൊരു ആനയിറങ്ങൽ ജലാശയത്തെ സംബന്ധിച്ച് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ, പിന്നെ കൂടെ മനുഷ്യരുള്ളപ്പോൾ അതിൻ്റെ സംഘർഷം എത്രത്തോളം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഇന്നത്തെ വാർത്താ ചാനലുകൾ, അവരുടെ ഓരോ കാഴ്ചപ്പാടുകൾ, പിന്നെ ഈ പറഞ്ഞ പൊളിറ്റിക്സ്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ശരിക്കും അവിടെയും ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം നമുക്കറിയാം വയനാട് ഈ അടുത്ത് തന്നെ മണിച്ചേട്ടനും പിന്നെ ഒരു ഫാമിലിനെയൊക്കെ ആന ഇത്, പക്ഷെ അവിടെയൊന്നും ഒരു പ്രതിഷേധം ഉണ്ടായില്ല. അതേ സെയിം സമയത്ത് ഒരു ടൗണിലേക്ക് ആന ഇറങ്ങിയാലോ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും തട്ടിയാലോ, ഇപ്പൊ ഇടുക്കിയിൽ തന്നെ പുറത്തുള്ള ഒരു മേഖലകളിൽ, ഇപ്പൊ കോതമംഗലത്തൊക്കെ അതേ സമയം ഇതുപോലെ ആക്രമണങ്ങളുണ്ടായി നാട്ടുകാരായിട്ടുള്ള ആളുകൾ. എന്ത് പ്രശ്നമായിരുന്നു? അപ്പോൾ ഇത് നമ്മുടെ ആളുകളുടെ തന്നെ കുഴപ്പമാണോ, നമ്മൾ ആ സമയത്ത് സംഘടിക്കുന്നില്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ അവരൊറ്റടിക്ക് എല്ലാവരും കൂടും. ഒരു നിമിഷം കൊണ്ട് പൊളിറ്റിക്സിനെ എത്തിക്കാനും ഒക്കെ അവർക്ക് ശേഷിയുണ്ട്, ആളുകളെ എത്തിക്കാനുള്ള ശേഷിയുണ്ട്. നമ്മളിപ്പോൾ എത്ര പേര് അങ്ങനെ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അരിക്കൊമ്പൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മുടെ ഒരു വാച്ചർ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഒരു ശക്തിവേലെന്നും പറഞ്ഞൊരു ഫോറസ്റ്റ് വാച്ചർ റോട്ടിൽ നിൽക്കുന്ന ആനേനെ കയറ്റി വിടുന്നത് വൈറലായത്. അപ്പോൾ ബൈക്കിൽ വന്നിട്ട് ആന നിൽക്കുന്നു, പുള്ളി കയറിപ്പോന്ന് പറയുന്നു, കയറിപ്പോന്നു, അത് ഭയങ്കര വാർത്തയായി. അപ്പം ഞാനൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ ഊഹിച്ചു ഇത് അധിക ദിവസം നീളാൻ സാധ്യതയില്ല എന്നുള്ളത്. കറക്റ്റായിരുന്നു. കാരണം ഈ വന്യമൃഗം എത്ര ശാന്തനാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമ്മൾ അതിൻ്റെ മുമ്പിൽ പെടുമ്പോൾ ഉള്ള അതിൻ്റെ മൂഡ് എന്താണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ അവസ്ഥയിലാണ് പിറ്റേന്ന് വെറുതെ രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങിയ ആ വാച്ചറെ തന്നെയാണ് ആന, അരിക്കൊമ്പനാന്നൊന്നുമില്ല, വേറെ ഏതോ ആന അന്ന് ഇത് ആക്കിയത്. അപ്പൊ ഏത് സമയത്ത് എങ്ങനത്തെ മൂടില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വന്യജീവി തന്നെയാണ്. അതിന്റെ ആക്രമണം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ വയനാടിന്റെ അമ്മയുടെ കേസിലൊക്കെ അതൊക്കെ എങ്ങനെയാ എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഭാവനാത്മകമായി. ചിലപ്പോൾ അടുത്തൊക്കെ ആന നിന്നിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന് വേറൊരു മൂടായി കാണും. ഒരു ആക്രമണത്തിന്റെ വക്കിലല്ല. ഇപ്പൊ അക്രമത്തിന്
തോന്നാത്ത ഒരു ആനയുടെ കാലിൻ്റെ ഇടയിൽ കൂടി വേണമെങ്കിൽ നമുക്ക് പോവാം. ഇതിനെപ്പോഴാണ് ഈ മൂന്ന് വരുന്നതെന്നുള്ളതാണ് നമുക്കൊരു ചോദ്യചിഹ്നം. അത് നമുക്ക് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏറ്റവും ശാന്തനായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു തട്ട് കിട്ടുന്നത്. അപ്പം അതുപോലെ നമ്മുടെ അവിടെ ടൂറിസ്റ്റ് മേഖലയാണ്. വെറുതെ ശാന്തനായിട്ട് നിന്ന ഒരു ട്രക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആനയാണ് പാപ്പനെ ഒറ്റ നിമിഷം കൊണ്ട് തീർത്തത്. അപ്പം അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ഇപ്പം മനുഷ്യ വന്യജീവി സംഘർഷം വലിയ രീതിയിൽ പൊളിറ്റിക്സ് ആയിട്ടും വോട്ട് ബാങ്കായിട്ടും ഒക്കെ മാറുന്ന വലിയൊരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മുടെ ആദിവാസി മേഖലകളിൽ ഇത്തരം സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്തൊരു 40 പേരിൽ 15 പേരും ആദിവാസികളാണ് മരിച്ചതെന്നാണ് എൻ്റെ ഒരു കണക്ക്. അതൊരു ഇതിൽ കണ്ടതാണ്. ആദിവാസികൾ കൊല്ലപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് കാടൊക്കെ ഒരു പേടി സ്വപ്നമായിട്ട് ഇന്നത്തെ തലമുറകളൊക്കെ ഈ കാടും ഇതുപോലുള്ള ആക്രമണ സ്ഥലങ്ങളൊക്കെ വിട്ട് മാറി നമ്മൾ പുറത്തേക്ക് വരും എന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അപ്പം അതിൻ്റെതായ രീതിയിൽ കണ്ടുകൊണ്ട് നിലനിന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ വന്യമൃഗത്തിന് മാത്രമുള്ള സ്ഥലമാവും മനുഷ്യനില്ലാതെ, അല്ലെങ്കിൽ ആദിവാസികളില്ലാതെ. കാരണം ഉൾഗ്രാമങ്ങൾ പലതും എനിക്കറിയാം. ഇടമലക്കുടി ഇപ്പം 3-4 ഊരില്ല ഈ ആനയുടെ ശല്യം കാരണം. അപ്പം അവിടെയൊക്കെ നമ്മൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പിന്നെ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മേഖലകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘർഷം എന്നും ഇതൊക്കെ ഉള്ളിടത്തോളം കാലം തുടരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറയാൻ എത്ര ട്രഞ്ച് കുഴിക്കാൻ പറ്റും, എത്ര ദൂരം നമുക്ക് സൗരവേലി ഉപയോഗിക്കാൻ പറ്റും, എത്ര ഫണ്ട് ഇതിനൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഇതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പം ആദിവാസികളുടെ അറിവിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആദിവാസികളും അതിൻ്റെയൊക്കെ മുമ്പിൽ പെട്ട് മരണപ്പെടുന്നു എന്നുള്ളത് പിന്നെയും ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പം ഈ ഒരു നിലയിൽ നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലും ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പുതിയതായിട്ടും കൂടിയൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലുള്ളതൊക്കെ പരീക്ഷിച്ച് നമ്മൾ തീർന്നു, അല്ലെങ്കിൽ പരീക്ഷിക്കാൻ ആരും തയ്യാറെടുക്കുന്നില്ല. ഇപ്പോൾ പുതിയ പുതിയ സാധ്യതകൾ നോക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു മാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു. കുറേ അറിവുകൾ കിട്ടി. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും ഇത് കേൾക്കാൻ സാധിച്ചതിലും നന്ദി പറയുന്നു. ക്വസ്റ്റ്യൻ ആയിട്ടല്ല, നേരത്തെ സംസാരിച്ചതിനോട് ചേർത്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു വന്യമൃഗം നാട്ടിലിറങ്ങി പശുവിനെയോ ആടിനെയോ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആദിവാസിക്ക് കിട്ടുന്ന ആനുകൂല്യം വേറെ, ഈ പറയുന്ന ജനറൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്കാണ് ആ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വേറെ 2 തട്ടാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ സിസ്റ്റം വളരെ തോൽവിയാണ്. അപ്പം പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ പരിഹാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതൊരു പരിഹാരമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവില്ല. കാരണം നമ്മൾ പിന്നോട്ട് നോക്കുക എന്നുള്ളതാണ് പരിഹാരം. കാരണം ഈ പറയുന്ന കാട് കയ്യേറിയതൊന്നും മൃഗങ്ങളല്ലല്ലോ, അല്ലെങ്കിൽ മറ്റാരും അല്ലല്ലോ, മനുഷ്യരാണ്. നമുക്കേ മാറാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ വിവേകശാലിയാണ് മനുഷ്യൻ, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ സ്വയം പറയുന്നത്. അപ്പം അത് വരുന്നിടത്ത് മാറി നടക്കുക എന്നുള്ളത് നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അതിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്ത് നമ്മൾ അതിലേക്ക് കയ്യേറി. ഇപ്പൊ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭൂമാഫിയ അവിടെ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒന്നും ചെയ്യുന്നില്ല, കാട് പോലെയാണുള്ളത്. കാട്ടിൽ നിന്ന് മാത്രമല്ല മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, ഇവരുടെ ഭൂമിയിൽ നിന്നും വന്ന് തമ്പടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ പറയുന്ന റിസോർട്ട് മാഫിയകൾ അവിടെ ഒരുപാട് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന അവരുടെ ഏരിയയിൽ അവരെന്ത് ചെയ്യും? ഉപ്പ് വിതറും. ഉപ്പ് വിതറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മണം പിടിച്ചും രുചി കൊണ്ടും ഈ പറയുന്ന മൃഗങ്ങള് റിസോർട്ടിന്റെ പരിസരത്തേക്ക് വരും. അവരത് മാർക്കറ്റ് ചെയ്യും. എന്താ വെച്ചാൽ വരുന്ന സഞ്ചാരികൾക്ക് അത് കാണാമല്ലോ. അപ്പം അതിനൊന്നും തടയിടാതെ ഈ പറയുന്ന പരിഹാര മാർഗങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അപകട മരണ തുകയുടെ കാര്യം പറഞ്ഞല്ലോ. ശരിക്കും നമ്മളൊക്കെ റിയൽ ആയിട്ട് കാണുന്നതാ. എന്താ വെച്ചാ ആദിവാസി ചത്ത് കഴിഞ്ഞ് ഞങ്ങൾ മരിച്ച ചത്ത് എന്ന് തന്നെയാ പറയാ. അതില് അതാണ് പ്യുവറായിട്ട് ആദിവാസികൾ ഉപയോഗിക്കുന്നത്. ചത്തു അത് ബഹുമാനത്തോടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആദിവാസി ചത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ഇപ്പൊ ഒരു 5 ലക്ഷം കൊടുക്കുമായിരിക്കും. പിന്നെ വരുന്നത് ഒരു 5 ലക്ഷം ഏതോ കാലത്ത് അവർക്ക് കിട്ടുക.
അതിൽ ഒരു അച്ഛൻ്റെ മകനാണ്, മകൻ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞായിരിക്കും, അല്ലെ BA കഴിഞ്ഞായിരിക്കും. പക്ഷെ അവന് കൊടുക്കുന്ന തൊഴിലെന്ന് പറയുന്നത് ഫോറസ്റ്റ് വാച്ചറായിട്ടാണ്. ഈ കാട്ടിലേക്കാണ് കയറ്റിവിടുക. അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച്, അവൻ ഇഷ്ടപ്പെട്ട് പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ഒരു തൊഴിലല്ല ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആദിവാസികള് ഒരു 2-3 പേര് മരിച്ചു, അതിനുശേഷമാണ് ജനറൽ ആൾക്കാർ മരിക്കുന്നത്. മരണം എല്ലാവർക്കും ഒരേ വേദനയാണല്ലോ ഉണ്ടാക്കുന്നത്, കുടുംബത്തിനാണെങ്കിലും മരിക്കുന്ന വ്യക്തിക്കാണെങ്കിലും. പക്ഷേ ഞങ്ങളുടെ 2 റിസർവേഷനിലുള്ള MLA-മാര് ആദിവാസികൾ മരിച്ചാലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് വരെ ഈ പറയുന്ന ജനറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആള് മരിച്ചപ്പോഴാണ് അവർ ഉണർന്നത്. ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസ് പിന്നെ ഉപരോധിക്കുന്നത്, അത് ആദിവാസി മരിച്ചതിനല്ല അവർക്ക് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ആരോ പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് ആയി മാറുന്ന തരത്തിലേക്ക് ഈ വന്യമൃഗ സംഘർഷം പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൃഗങ്ങളുടെ സഞ്ചാരപാത നമുക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ അതിൻ്റെ മണം മനസ്സിലാവും, അതിൻ്റെ ചൂര് മനസ്സിലാവും. പക്ഷേ അതൊക്കെ ഇപ്പം എനിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ചേച്ചിമാർക്കും മനസ്സിലാവും. എനിക്കതിനുള്ള ഇത് വന്നിട്ടില്ല. എന്താ വെച്ചാൽ കാട്ടിന്ന് നാട്ടിലേക്ക് ഇറക്കുകയും ചെയ്തു, നാട്ടിലേക്ക് വിട്ട് സ്വീകരിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞാണ് എൻ്റെ തലമുറയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ നമുക്ക് എങ്ങനെയാണ് പകർന്ന് കൊടുക്കുക എന്നുള്ളതല്ല, കാടിനെ അറിയുക, കാടിനെ വെറുതെ വിടുക, മൃഗങ്ങളെ ഫ്രീ ആയി വിടുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നമുക്ക് സാധ്യമല്ല. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ എടുത്തു പറയാൻ പറ്റുന്ന 2 എക്സാമ്പിൾ ആയിട്ടുള്ള കോളനികളാണ്. എന്താ വെച്ചാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ 4-5 കിലോമീറ്റർ ഉള്ളിലായിട്ട് ചേകാടിയും ചെട്ടിയാലത്തൂർ ഊരുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും ഈ പറയുന്നത് പോലെ ആനയോ പുലിയോ പശുവോ അല്ലെങ്കിൽ ഈ പറയുന്ന വന്യമൃഗങ്ങളായിട്ടുള്ള ഒരു സംഘർഷവും അവിടെ ഇല്ല. എന്താ വെച്ചാൽ അവർക്ക് ഈ മൃഗങ്ങളുടെ സ്വഭാവവും അവരുടെ സഞ്ചാരപാത, അവരുടെ മണമൊക്കെ കൃത്യമായിട്ട് അറിയും. അവർ മാറി നടക്കും, അത്രേ ചെയ്യുന്നുള്ളൂ. കാടിന്റെ നടുക്ക അവരുടെ ഊര്. അപ്പം അങ്ങനെയുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ വളരെ ക്രൂഷ്യലായിട്ട് അവരെ മെന്റലി തകർത്തുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരിക. ഒരു പറ്റ ആൾക്കാരെ കൊണ്ടുപോയി അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ വീണ്ടും തിരിച്ചു വരിക. എന്താ വെച്ചാൽ അങ്ങനെയുള്ളൊരു പുനരധിവാസമാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇപ്പൊ സർക്കാരൊക്കെ ചിന്തിക്കുന്നത് ഇപ്പൊ പൊതുസമൂഹം എങ്ങനെയാണോ ജീവിക്കുന്നത് അതിലേക്ക് ആദിവാസികളെ എത്തിക്കാന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരെയൊക്കെ പൊതുസമൂഹത്തെ കണ്ട് എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ലഹരിക്കടിമപ്പെട്ടിട്ടുള്ളത് ആദിവാസികളല്ല, ഈ പറയുന്ന മലദ്വാരത്തിൽ സ്വർണം കടത്തുന്ന ആദിവാസികളല്ല, ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ പാമ്പിനെ കൊണ്ട് ഭാര്യനെ കൊത്തിച്ചു കൊല്ലുന്ന ആദിവാസികളല്ല. ഇങ്ങനത്തെ ചരിത്രങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇതൊക്കെയാണോ ഞങ്ങൾ കണ്ടുപഠിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനും ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം ഈ പറയുന്ന ഞാൻ പറയാം, ഇപ്പം നാട്ടിലുള്ളവരും മനുഷ്യരും ഈ പറയുന്ന കാടും മറ്റ് നമ്മുടെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുമ്പം കാടിനത് ദോഷം സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ പുറമേ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും അത് കാടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലുള്ള ആൾക്കാരെ ഈ പറയുന്ന മൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു. എനിക്ക് ചോദിക്കാനൊന്നുമല്ല, അതായത് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നൊരു കാര്യം ശ്യാമേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വന്യജീവി ആക്രമണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആനയിലോ പുലിയിലോ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2011 മുതൽ 2025 വരെ 1200 ആളുകൾ മരിച്ചിട്ടുള്ളത് പാമ്പ് കടിയിട്ടാണ്. ബാക്കി ആക്രമണങ്ങൾക്കൊക്കെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ പോയാലും അല്ലെങ്കിൽ ചെറിയൊരു പരിക്കൊക്കെ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ സ്നേക്ക് ബൈറ്റിന് മാത്രം ചികിത്സയും വളരെ കുറവാണ്. ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കോഴിക്കോട് എത്തിയ മാത്രമേ ചികിത്സ ലഭിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ വന്യജീവി ഈ WHC ഇത് വരുമ്പോൾ വളരെ ഈ 2 കാര്യങ്ങളിൽ മാത്രം ഒതുക്കാണ്ട് ഇതിപ്പോൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ആനയിലേക്ക് തന്നെ പോയി ഒരു തോന്നലുണ്ട് എനിക്ക്. നമ്മൾ ബാക്കി എല്ലാ മൃഗങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഇപ്പൊ കുരങ്ങൻ വരെ ഭയങ്കരമായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം ഭയങ്കരമായിട്ട് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മറ്റു മൃഗങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അത്രേ ഉള്ളൂ.
ബാക്കിയുള്ള വന്യജീവികളെ കൂടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പാമ്പിന്റെ കടിയേറ്റാണ് കുറെ പേര് റീസെന്റ് ആയിട്ട് മരിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട് അതിലുണ്ട്. പക്ഷേ അതിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഒരു സമയക്കുറവിന്റെ ചെറിയൊരു കാര്യം അതിലുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ആന എന്നുള്ളത് നേരത്തെ പറഞ്ഞ രീതിയിൽ മുഖ്യധാരയുടെ ഇഷ്ട സാധനം എന്നുള്ള ഒരു വസ്തുത കൂടെ അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളതിനെ കൊണ്ടാണ് അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിയിട്ടുള്ളത്. വസ്തുതകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ആനയുടെയും അതുപോലെ തന്നെ നമ്മളുടെ മലയോര പ്രദേശങ്ങളിൽ നേരിടുന്ന വേറെ വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്ന പുലിയുടെ. ഇവിടെ അടുത്ത് മഞ്ചേരിയിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് പുലിയെ വനംവകുപ്പ് പിടിച്ചതിൻ്റെ ഒരു ചിത്രമൊക്കെ പത്രങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊന്നാണ് പന്നികളുടെ അമിതമായ രീതിയിലുള്ള നാട്ടിലേക്കുള്ള വരവ്. അതുപോലെ മയിൽ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃഷിയെ ആക്രമിക്കുമ്പോഴാണ് അത് പിന്നീട് പുറത്തു വരുന്ന വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ പണം എന്ന് പറയുന്ന വസ്തുതയെ എന്താ പറയുക നോവിക്കുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. എങ്ങനെയാണെങ്കിലും ഇത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.